ലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം സ്വരഭേദങ്ങൾ. എൻ്റെ പുസ്തകമല്ല, ഇന്നിവിടെ സ്വരവുമായി ബന്ധപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ സഹപ്രവർത്തകരുമാണ് വന്നിരിക്കുന്നത്. മലയാള സിനിമയിലെ ശബ്ദങ്ങൾ നമ്മൾ കേട്ടും കണ്ടും ഇഷ്ടപ്പെട്ടും പരിചയമുള്ള നിരവധി മുഖങ്ങൾ, സംവിധായകർ, സൗണ്ട് റെക്കോർഡിസ്റ്റ്, പാട്ടുകാർ, ആർട്ടിസ്റ്റുകൾ എല്ലാവരുമുണ്ട്. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു സൗണ്ട് റെക്കോർഡിസ്റ്റ് കൃഷ്ണനുണ്ണി, കൃഷ്ണചന്ദ്രൻ, സംവിധായകൻ രാജസേനൻ, ആനന്ദവല്ലി, ദേവി, ജിസ്മോൻ, ജയൻ, ചന്ദ്രമോഹൻ. എല്ലാവരെയും ഒന്നിച്ച് കണ്ടതിൻ്റെ ഒരു സന്തോഷം. എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ആനന്ദവല്ലി ചേച്ചിയിൽ നിന്ന് തുടങ്ങാം. കാരണം നമ്മുടെ ഇടയിൽ ഏറ്റവും സീനിയറായ ഒരു വ്യക്തിയാണ് അല്ലേ, ഏറ്റവും സീനിയറായ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്. ആനന്ദവല്ലി ചേച്ചി ശരിക്കും എത്ര വർഷമായി ഈ ഇൻഡസ്ട്രിയിൽ വന്നിട്ട്? ഞാൻ 1971 ഡബ്ബിങ്ങിന് വന്നതോ അതോ സിനിമയിൽ വന്നതോ? സിനിമയിൽ വന്നത് 71. ഡബ്ബിങ് തുടങ്ങിയത് 72. ആദ്യത്തെ സിനിമ ദേവി കന്യാകുമാരി. ഓ, ഞാനൊക്കെ കരുതിയിരുന്നത് ശരിക്കും മഞ്ഞിലുരിഞ്ഞ പൂക്കളാണ്. അല്ല. അതില് ചെറിയ ക്യാരക്ടറായിരുന്നോ അതോ? ദേവി കന്യാകുമാരിയിൽ കൃഷ്ണന്റെ അമ്മയായിട്ട് അഭിനയിച്ച UP ഗ്രേസി അവർക്കാണ് ഡബ് ചെയ്തത്, ആദ്യമായിട്ട് ഡബ് ചെയ്തത്. എനിക്ക് തോന്നുന്നു ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ മിക്കവരും അഭിനയിക്കാൻ വന്നിട്ട് പിന്നീട് ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളായവരാ. എല്ലാവരും പിന്നീട് കുറെ കാലം കഴിഞ്ഞിട്ടാണ് ഡയറക്റ്റ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളായിട്ട് പലരും വരുന്നത്. അതിനു മുമ്പ് വന്നവരെല്ലാവരും ആദ്യം അഭിനയിക്കാൻ വന്നിട്ട്, അതൊരു പക്ഷെ എന്താ സിനിമയിൽ അവസരം കിട്ടാത്തത് കൊണ്ട് അങ്ങനെ ആവുന്നതാണോ? ഇല്ല, സിനിമയിൽ അവസരം ഞാനത് വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതിലെന്തൊരു കള്ളത്തരം? അല്ല, കള്ളത്തരമല്ല, പിന്നെന്താ, കുറെ ഒരുപാട് അതിനുവേണ്ടി സ്ട്രെയിൻ ചെയ്യണം. ആണോ? അതപ്പോ അങ്ങനെ ആ ഒരു ഇതിലേക്ക് സ്ട്രെയിൻ ചെയ്യാൻ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഡബിങ്ങിലേക്ക്. എന്റെ അച്ഛൻ പത്തായത്തിനകത്ത് ഉണ്ണിച്ചേട്ടൻ്റെ അടുത്ത്, കൃഷ്ണൻ ഉണ്ണി സാർ, എനിക്ക് തോന്നുന്നു ഒരുവിധപ്പെട്ട എല്ലാ ശബ്ദങ്ങളും അല്ലേ ഉണ്ണിയേട്ടാ? ഡെഫിനറ്റ്ലി. ഉണ്ണിയേട്ടൻ ആദ്യമായിട്ട് ഡബ്ബിംഗ് അറ്റൻഡ് ചെയ്ത സിനിമ ഏതാ? അങ്ങനെ ഞാൻ എൻ്റെ കാരിയറിൽ മേ ബി ഒരു 700-750 പടം ഡബ് ചെയ്യണമാവും. ഞാൻ ഡബ് ചെയ്യാൻ റെക്കോർഡ് ചെയ്തിരുന്നു. ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ നിന്ന് വളരെ തിരക്കായിരുന്നു. അപ്പോൾ ആദ്യത്തെ പടം ഏതാ? എനിക്കൊരു ബലൂൺ മറ്റായിരിക്കും. ബലൂൺ അല്ല സർ, ബലൂൺ തരങ്കണിയിലെ ഡബ് ചെയ്ത്. ഞാനാണ് ബലൂൺ നായികയ്ക്ക് ഡബ് ചെയ്തത്. ചിത്രാഞ്ജലി ബലൂൺ മിക്സിംഗ് ആണ് നടന്നത്. ശരി, മിക്സിംഗ് ആയിരിക്കും. എനിക്ക് ഓർമ്മയില്ല ശരിക്കും. ഒടുക്കത്തെ ഓർമ്മയാണ്. ആരെങ്കിലും മരിച്ചുപോയ ഡേറ്റ് ഒക്കെ ഓർത്തു വെച്ചു. ആരും മരിച്ചുപോയത് ചോദിച്ചാലും കറക്റ്റായിട്ട് ഓർത്തു. ഞാൻ വിചാരിക്കും എന്തെല്ലാം മനുഷ്യനെ ഓർത്തു വെക്കണം. പക്ഷെ എല്ലാം നല്ല ഓർമ്മ. ചിത്രാഞ്ജലിയിൽ അന്ന് ഡബ്ബിംഗ് ശരി പറഞ്ഞ ശരി, ഡബ്ബിംഗ് തുടങ്ങിയിട്ടില്ല, മിക്സിംഗ് മാത്രമേ വന്നിട്ടുണ്ട്. അതിന് ശേഷമാണ് അതിൻ്റെ ഡബ്ബിംഗ് വെള്ളയമ്പലത്തെ ഒരു സ്റ്റുഡിയോ ആയിരുന്നു. ഏതാ കറക്റ്റ് ഞാൻ ആദ്യം എനിക്ക് ഓർമ്മയില്ല. പണ്ട് പിന്നെ സ്പോട്ട് റെക്കോർഡിങ്ങിന് പോയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഈ നാഗ്രയുമായിട്ട് പോകുന്ന ഒരു ഏർപ്പാട്. ഞാൻ ഇവിടെ വന്നതിന് ശേഷം പോയിട്ടില്ല. ഞാൻ അഹമ്മദാബാദിൽ കുറച്ചാലും വർക്ക് ചെയ്തിരുന്നു. അന്ന് ഞാൻ ബറോഡയിൽ ഒരു സ്റ്റുഡിയോയിൽ അങ്ങനെ ഒരു പടത്തിന് ഡബ് പോയി വർക്ക് ചെയ്തിട്ടുണ്ട്. സിങ്ക് സൗണ്ട് തന്നെ ഷൂട്ടിംഗ് ഫ്ലോറിൽ. അതിനുശേഷം ക്യാമറ പുറത്ത് വന്നപ്പോൾ പിന്നെ ഔട്ട്ഡോറിലായാലും എല്ലാം. അപ്പോൾ വെറും പൈലറ്റ് ട്രാക്ക് മാത്രമായി. ഇപ്പോൾ വീണ്ടും സിങ്ക് സൗണ്ട് തിരിച്ചു വരുന്നുണ്ട്. സേനേട്ടാ, നമ്മൾ ഒരുപാട് സിനിമകൾ ആസ്വദിച്ച് ഡബ് ചെയ്തിട്ടുള്ളവരാണല്ലേ. സേനേട്ടനും ഒരു പരിധി വരെ അഭിനയിക്കാൻ വന്നതല്ലേ? ഒരിക്കലും അല്ല. ഞാൻ കോടമ്പാക്കത്ത് വന്ന് സിനിമ ട്രൈ ചെയ്യുന്ന കാലഘട്ടത്തിൽ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, അഭിനയിക്കാൻ വന്നതാണോ, അഭിനയിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിൽ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഡയറക്ടർ ആവാന്നുള്ളത് തന്നെ. തീർച്ചയായിട്ടും അത് തന്നെയാണ്. പിന്നെ പിൽക്കാലത്ത് ഈ അടുത്ത കാലത്ത് 1-2 കഥാപാത്രങ്ങൾ സിനിമയിൽ ചെയ്തു എന്നുള്ളതല്ലാതെ അങ്ങനെ ഒരു മോഹമായിട്ട് ഒരിക്കലും നടന്നിട്ടില്ല. പക്ഷെ അന്ന് നമ്മൾ അഭിനയിച്ചിട്ടില്ല. ആ സൗന്ദര്യപ്പിണക്കത്തിൽ ഒരു അത് രാജേട്ടൻ പ്രൊഡ്യൂസർ നിർബന്ധിച്ചിട്ട് അതിനകത്ത് ഞാൻ തിരക്കഥ കഴിഞ്ഞാൽ പിന്നെ മ്യൂസിക്കും കൂടെ അതിനകത്ത് ചെയ്തായിരുന്നു, മ്യൂസിക് ഡയറക്ഷൻ ചെയ്തായിരുന്നു. അപ്പം പ്രൊഡ്യൂസർ നീ ഒരു വേഷം കൂടെ അതിനകത്ത് ചെയ്യും. ഞാൻ പറയാം അത് വേണ്ട, അതൊക്കെ പിന്നെ ആർട്ടിസ്റ്റുകളുടെ ഇടയ്ക്കൊക്കെ ഒരു ചെറിയ ബുദ്ധിമുട്ട് വരും. അല്ല, നീ എന്തെങ്കിലും ഒരു ചെറിയ സംഭവം ചെയ്യാൻ പറഞ്ഞു. പക്ഷേ അതിനകത്തൊരു സുബ്രഹ്മണ്യം പോറ്റിയായിട്ടൊരു ക്യാരക്ടർ അഭിനയിച്ചു. അത് ക്ലൈമാക്സ് വരെ വരുന്നൊരു കഥാപാത്രമായിരുന്നു.
പക്ഷെ അന്നൊക്കെ ഈ ഡയറക്ടർ അഭിനയിക്കുക എന്ന് പറയുമ്പോൾ ആർട്ടിസ്റ്റുകൾ വളരെ നിസ്സഹകരണമായിരുന്നു. ചിലരൊക്കെ ഇങ്ങനെ ഞാൻ കേൾക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടൊക്കെ ഇങ്ങനെ പോകും, ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ വലുതായിട്ട് കളിച്ചിട്ട് കാര്യമില്ല, ഇത് ഇല്ല ഇയാളുടെ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനെ ആകുമ്പോൾ ഞാൻ എൻ്റെ സ്വന്തം സ്ക്രിപ്റ്റും കൂടെ ആയതുകൊണ്ട് ഞാൻ ഇൻ്റർവെൽ ആയപ്പോഴേക്കും ആ കഥാപാത്രം പതുക്കെ അങ്ങ് തേച്ച് മാച്ചങ്ങ് കളഞ്ഞു. അങ്ങനെ അതോടുകൂടി ഞാൻ നിർത്തിയതാണ്. കാരണം പിന്നെ ഈ ഭാര്യ ഒന്ന് മക്കൾ മൂന്ന് വന്ന സമയത്ത് അങ്ങനെ ഒരു ചെറിയ ഒരു സിറ്റുവേഷൻ വന്നു, അങ്ങനെ ചെയ്തു. ചന്ദ്രമോഹൻ, നേരത്തെ ഞങ്ങൾ പറഞ്ഞതുപോലെ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ട് തന്നെ രംഗത്ത് വന്ന ഒരാളാണ്. ഒരിക്കൽ പോലും ഒരു ക്യാമറയുടെ മുമ്പിൽ മുഖം കാണിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുമില്ല, കാണിച്ചിട്ടുമില്ല, അല്ലേ? അത് മാത്രമല്ല, നമുക്കൊക്കെ ഏറ്റവും അറിയാവുന്ന ശേഖരപിള്ള ചേട്ടൻ്റെ മകൻ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഡബ്ബിങ്ങിന് വന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അന്ന് ഞങ്ങൾക്ക് വലിയ അതിശയമായിരുന്നു. ഞാൻ കരുതിയിരുന്നത് പ്രേമഗീതങ്ങൾ ഷാനവാസിന് ശബ്ദം കൊടുത്തുകൊണ്ടാണോ ആദ്യമായിട്ട് രംഗത്ത് വന്നത് എന്നാണ്. ഞാൻ അതിനൊക്കെ വളരെ മുമ്പുണ്ട്. ആശീർവാദം സാറിന്റെ അതിൽ ആർക്ക് ഡബ്? കമലഹാസനോ? ഓ, കമലഹാസനെ ഡബ് ചെയ്തിട്ടുണ്ട്. അതൊരു പുതിയ അറിവ് കേട്ടോ. അതെങ്ങനെയാണ് ഇങ്ങനെ ഈ ഒരു അച്ഛനാണോ ശേഖരപിള്ള ചേട്ടനാണോ പരിചയപ്പെടുത്തിയത്? അല്ല, അവിടെ നമുക്കൊരു ശങ്കുണിയിട്ടുണ്ടോ എഡിറ്റർ പുള്ളിയാണ് പരിചയപ്പെടുത്തുന്നത്. എങ്ങനെ ഒരു ഇൻട്രസ്റ്റ് വരാത്? കാരണം ഡബ്ബിംഗ് എന്ന് പറയുന്ന മേഖലയെ കുറിച്ച് എന്തെങ്കിലും അറിയാമായിരുന്നു? അല്ല, എനിക്ക് നേരത്തെ ഇൻട്രസ്റ്റ് ആണ്. കാര്യം അമ്മ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിരുന്നു. അമ്മയുടെ സ്റ്റുഡിയോയിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. മെർലൻഡിലൊക്കെ ഡബ്ബിംഗ് സമയത്ത് ഞാൻ പോയിട്ടുണ്ട്, അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു അറിവ് മാത്രമേ ഉള്ളൂ ഡബ്ബിങ്ങിനെ കുറിച്ച്. അപ്പൊ ഡബ്ബിങ്ങിന് വരുമ്പോ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല? പെട്ടെന്ന് ഇങ്ങനെ ഇല്ല, ബുദ്ധിമുട്ട് തോന്നിയില്ല എനിക്ക്. ജയൻ എന്തോ ജയൻ നേരത്തെ നമ്മൾ പറഞ്ഞു നടനാണ്, ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്, പിന്നെ എന്തൊക്കെയാണ് ചേച്ചി? രാഷ്ട്രീയക്കാരനാണ്, സാമൂഹ്യ പ്രവർത്തകനാണ്. ആണോ? സാമൂഹ്യ പ്രവർത്തകരാണ്. ഞാൻ വിഷ്വൽസ് ടിവിയിൽ കാണാറുണ്ട്. ഓക്കെ. ഈ പറയുന്ന മാതിരി അഭിനയിക്കാൻ വന്ന ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്? തീർച്ചയായിട്ടും. കാരണം എൻ്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമേ ഉള്ളായിരുന്നു, അഭിനയിക്കുക എന്നുള്ളത് തന്നെയാണ്. രാജസേൻ സാറിനൊക്കെ അറിയാം, സാറിൻ്റെ വീട്ടിൽ നിന്ന് എനിക്കൊരു ഡയറക്ടറുടെ വീട്ടിൽ നിന്ന് ചായ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സാറ് കൈതമുക്കിലോ പാസ്പോർട്ട് ഓഫീസിന് ഓപ്പോസിറ്റ് 2 നില വീടിൻ്റെ മുകളിൽ താമസിച്ചിരുന്നു സാറ്, മേലേപ്പറമ്പിലാണ് വീടിന് മുമ്പ്. അന്ന് സാറ് കണി കണ്ടുകൊണ്ടിരുന്നത് എന്നെയാണെന്നാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷെ ഭാഗ്യത്തിന് മേഘസന്ദേശം എന്നൊരു സിനിമയിൽ ആദ്യത്തെ സീനിൽ മാത്രമേ ഞാൻ അഭിനയിച്ചിട്ടുള്ളൂ. അല്ല, ഭാഗ്യദോഷത്തിന് എത്തിപ്പോയി. അത് അങ്ങനെ വന്നിട്ട് ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ചു. അത് എല്ലാം 100% തിക്താനുഭവങ്ങളാണ്. അത് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യങ്ങൾ, അതൊക്കെ ഈ ട്രാൻസിഷൻ്റെ ഭാഗത്തുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് എനിക്ക് ഞാൻ വർക്ക് ചെയ്തിരുന്നുണ്ട്. ഞാൻ ഗോദ്രേജിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതിനോടുള്ളൊരു പാഷൻ, അതുകൊണ്ടിട്ട് ഈ പറഞ്ഞ പോലെ ഞാൻ ആദ്യം വർക്ക് ചെയ്യുന്ന റിലയൻസ് പെട്രോ കെമിക്കൽസിലാണ്, അത് കഴിഞ്ഞ് ഗോദ്രേജിലാണ്. അന്ന് ഗസറ്റഡ് ഓഫീസേഴ്സിന് കിട്ടുന്നതിലും കൂടുതൽ ശമ്പളം കിട്ടുമായിരുന്നു. പക്ഷേ മനസ്സിൽ തൃപ്തി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഡബ്ബിങ്ങിന് പോയി. അങ്ങനെയാണ് അമ്പലവട്ടം കഥകൾ എന്ന് പറഞ്ഞിട്ട് GK പിള്ള ചേട്ടൻ്റെ ഒരു സീരിയൽ റീഡബ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇന്നത്തെ ഡയറക്ടർ ബോബൻ സാമുവൽ, റോമൻസിൻ്റെ ഒക്കെ ഡയറക്ടർ, അവൻ എന്നെ ഡബ് ചെയ്യാൻ വിളിച്ചു. ഞങ്ങൾ എൻ്റെ ഒരേ പ്രായക്കാർ. അപ്പോൾ ആ സൗഹൃദം വെച്ച് വിളിച്ചിട്ട് അവിടെ വച്ച് ഞാൻ പിടിക്കപ്പെടുകയാണ്. ഞാൻ ഓഫീസ് സമയത്ത് ജോലിക്ക് വിട്ടിട്ട് ഡബ്ബിങ്ങിന് പോയി. അപ്പോൾ എൻ്റെ മാനേജർ വിളിച്ചിട്ട് പറഞ്ഞു, ബെറ്റർ നിങ്ങൾ പിരിഞ്ഞു വെക്കോ, കുറച്ച് പൈസയും കൂടെ തരാമെന്ന്. അങ്ങനെ ജോലി വിട്ടു. അന്ന് തൊട്ട് ഡബ്ബിങ് ആയി തൊഴിൽ. പിന്നെ എൻ്റെ ആവശ്യം കൂടിയായിരുന്നു ഡബ്ബിങ്. പക്ഷേ ഒരു സത്യം ഞാൻ പറയാം, ഏറ്റവും കൂടുതൽ പൈസ കയ്യിൽ കിട്ടിയ കുറേ കാലയളവെന്ന് പറയുന്നത് പിന്നെ ബാച്ചിലറായിരുന്നു അന്ന് ഡബ്ബിങ് തന്നെയാണ് കേട്ടോ. നല്ല വരുമാനമായിരുന്നു ഡബ്ബിങ്. സാറിൻ്റെ നമ്മുടെ കൊട്ടാരം വീട്ടിൽ അപ്പോട്ടിലൊക്കെ പാട്ടൊക്കെ ഉണ്ട്, അത് കാകറുത്തതും കഴുക്കെറിഞ്ഞതും നീ എറിഞ്ഞോടി, ഓർമ്മയുണ്ടോ സാറിന്? ഒരു ഗ്രൂപ്പ്, ബേബി ചോറ്റാനിക്കൽ, ഞങ്ങൾ ഒരു ഗ്രൂപ്പായിരുന്നല്ലോ കുറേ പേര്. ഏറ്റവും സിനിമയിൽ ഏറ്റവും നമുക്ക് അടുക്കാൻ പറ്റിയിരുന്ന, ആൾക്കാരുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ പറ്റിയിരുന്ന ഒരു സാഹചര്യം അന്ന് എനിക്ക് തോന്നുന്നു സാറേ ഡബ്ബിങ് ആയിരുന്നു അല്ലേ? ഷൂട്ടിങ്ങിനൊക്കെ കൂടുതൽ. കാരണം ഒരുപാട് പേര് ഒരുമിച്ച് വന്നിരിക്കുന്നു, ഒരുമിച്ച് വേണം എല്ലാവരും ഡബ്ബിങ്. ഇന്നിപ്പോൾ അത് പോയല്ലോ, ആരെങ്കിലും അവരവരുടെ വോയിസ് കൊടുക്കുന്നു, പോകുന്നു, അവരവരുടെ വോയിസ്. അതിന് മുമ്പൊരു കാലഘട്ടം ഉണ്ട്, പറയണമെന്ന് എനിക്കറിയില്ല. ലൂപ്പില് കോമ്പിനേഷൻ ആർട്ടിസ്റ്റുകൾ കംപ്ലീറ്റ് വേണം. ഞാൻ ഇതുവരെ നമ്മുടെ എന്റെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഞങ്ങൾ പ്രണയിച്ച് ഡബ് ചെയ്ത സിനിമകളാണ്. അല്ല, മലയാളികളുടെ പ്രണയ ശബ്ദമായിരുന്നല്ലോ ഞങ്ങള് രണ്ടുപേരുണ്ടല്ലോ, റഹ്മാൻ ശോഭന ഇങ്ങനെ അഭിനയിക്കുന്ന സമയത്ത് മത്സരിച്ചാണ് ഇങ്ങനെ വെറുതെ 1 more
അല്ലേ? അതായത് പക്ഷെ ഇപ്പോഴത്തെ ആർക്കും അറിയുന്നുണ്ടെന്ന് തോന്നുന്നില്ല. എനിക്ക് അറിയോ എന്നുള്ളത് അറിയില്ല. അറിയിച്ചല്ലോ. അല്ല, പലർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. ഈ ബാക്കിലുള്ളവരുടെ കാര്യം പലർക്കും അറിയില്ല. കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ തന്നെ പറയാം, ഞാൻ ഡബ്ബിങ് ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ദോഹയിലൊരു പ്രോഗ്രാം പോയപ്പോൾ അവിടുത്തെ ഒരു വലിയൊരു മുതലാളി, അയാൾ പിന്നീട് ഒരു സിനിമയൊക്കെ എടുത്തു. ഞാൻ ആരാണെന്നും പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഹോട്ടലൊക്കെ ഉണ്ട്. അവിടെ ഞങ്ങൾക്കൊക്കെ ഒരു ലഞ്ച് തന്നപ്പോൾ അന്ന് ഇതുപോലെ ഞാൻ ഡബ് ചെയ്യുന്നു, റഹ്മാനും വിനീതിനും വോയിസ് കൊടുക്കുന്നു എന്നുള്ള കാര്യം പുള്ളി എൻ്റെ അടുത്ത് പറയും, മിസ്റ്റർ കൃഷ്ണേന്ദ്രൻ, നിങ്ങളിങ്ങനെ ഈ തേർഡ് റേറ്റ് പരിപാടികളൊന്നും ചെയ്യും. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത് തേർഡ് റേറ്റ് എന്ന് പറഞ്ഞാൽ? അല്ല, നിങ്ങൾ അഭിനയിക്കുന്നു എന്നുള്ളത് ശരി, നിങ്ങൾ പാടുന്നു, ഡബ്ബിങ് ആർട്ടിസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നിങ്ങളിങ്ങനെ പറയരുത് പുറത്ത്. അപ്പം ഞാനൊരു കാര്യം ചോദിച്ചു, താങ്കൾക്ക് SP ബാലസുബ്രഹ്മണ്യം എന്ന് പറഞ്ഞൊരു പാട്ടുകാരനെ പറ്റി അറിയാമോ? അറിയാം. അദ്ദേഹമാണ് കമൽഹാസൻ മുതൽ വലിയ വലിയ ഹീറോസിനൊക്കെ തെലുങ്കിൽ ശബ്ദം കൊടുക്കുന്നത്. ആണോ? എന്നാ കുഴപ്പമില്ല. രവീന്ദ്ര മാഷോ മ്യൂസിക് ഡയറക്ടർ? അല്ല, അതാണ് അപ്പൊ പറയുന്നത്. രവിയേട്ടന്റെ കാര്യവും ഇപ്പൊ അന്തിക്കാട് മണി എന്നൊക്കെ പറഞ്ഞ പലരെ പറ്റിയിട്ട് നമ്മള് നരേന്ദ്രപ്രസാദ് സാർ വൈശാലിയില് ബാബു ഞങ്ങൾ ഒരുമിച്ച് ഡബ് ചെയ്തതാണ് സാർ. അതെ, നരേന്ദ്രപ്രസാദ് സംബന്ധിച്ച് പിന്നെ ഈ പറഞ്ഞ മാതിരി ആദ്യമായിട്ട് അഭിനയിക്കുന്നത് രതി നിർവേദം തന്നെയാണ്. രതി നിർവേദം അഭിനയിച്ച് പിന്നെ കുറെ സിനിമകൾ അഭിനയിച്ച് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ഡബ്ബിംഗ് എന്ന് പറയുന്നത് അത് സത്യത്തിൽ ഒരു ഭയങ്കര ഒരു കോമഡിയാണ്. കോമഡി എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ ഒരു ഗുരുദക്ഷിണയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എൻ്റെ 3 ഗുരുക്കന്മാരാണ് എനിക്ക് സിനിമയിൽ. അങ്ങനെ ഒരാളായിട്ട് പറയാൻ പറ്റില്ല. കാരണം പത്മരാജൻ സാറ് കാരണമാണ് ഞാൻ രംഗത്തേക്ക് വരുന്നത്. അദ്ദേഹമാണ് എന്നെ സെലക്ട് ചെയ്യുന്നത് രതി നിർവേദത്തിന്. അതിൻ്റെ സംവിധായകനായ ഭരതേട്ടൻ. ഇവർ രണ്ടുപേരും എൻ്റെ ഗുരുക്കന്മാരാണ് അഭിനയത്തിലേക്ക്. പിന്നെ എനിക്ക് ആദ്യമായിട്ട് പാട്ട് തന്ന സംവിധായകനാണ് IV ശശി, ഈണ എന്നുള്ള ചിത്രത്തിലൂടെ. ഈ 3 സംവിധായകരും കൂടി, ഈ 3 വലിയ മഹാന്മാരും കൂടി എൻ്റെ അടുത്തൊരു ഒരേ സമയത്ത്, റഹ്മാൻ എന്നുള്ള നടൻ ഈ കൂടെ ഇവിടെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് അവർ രണ്ടാമത്തെ 3ാമത്തെ പടം ഇവരുടെ 2 പേർ, ഒന്ന് പത്മരാജൻ IV ശശി കോമ്പിനേഷനിൽ കാണാമറയത്ത്, ഉടനെ തന്നെ ഭരതേട്ടൻ്റെ ഇത്തിരി പൂവച്ച് വന്നു. ഈ 2 സിനിമയായിരുന്നു പുള്ളിയുടെ ഈ കൂടെ ഇവിടെ കഴിഞ്ഞ ഉടനെ. അപ്പോൾ ഈ റഹ്മാന് വേറൊരു ശബ്ദം വേണം. കാരണം പുള്ളിയുടെ ഒരു ഇംഗ്ലീഷ് കലർന്ന മലയാളമാണ്, അത്ര ക്ലിയർ അല്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആരെ കൊണ്ട് ഡബ് ചെയ്യിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ 3 പേരുമാണ് എൻ്റെ അടുത്ത് പറയുന്നത്, നീയാണ് റഹ്മാന് വോയിസ് കൊടുക്കാൻ പോകുന്നത്. ഇത്തിരി പൂവേ ചുവന്ന പോയിലും അതെ, കാണാമറയത്തിലും അതെ. അപ്പം ഞാൻ പറയും, എനിക്കറിയില്ല, ഞാനിതുവരെ വേറെ ആർക്കും അങ്ങനെ, ഞാൻ അഭിനയിച്ചതിന് മാത്രമേ ശബ്ദം കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ആലോചിച്ചപ്പോൾ ഒരു തമാശ തോന്നി, വേറെ ഒരു ശരീരത്തിൽ കൂടെ നമ്മുടെ ശബ്ദം വരുന്നത് കേൾക്കാൻ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ത്രില്ല് ആ സമയത്ത് തോന്നി. അത് കാരണമൊക്കെ പിന്നെ അവർ പറഞ്ഞാൽ നമുക്ക് നോ പറയാനില്ലല്ലോ ആ സമയത്ത്. നമുക്ക് സ്വന്തമായിട്ട് ഒരഭിപ്രായമില്ല ആ സമയത്ത്. ചെയ്യാൻ പറഞ്ഞു, ചെയ്തു. അങ്ങനെ പക്ഷെ കാണാമറയത്ത് എൻ്റെ ആദ്യത്തെ സിനിമയിൽ തന്നെ എനിക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഞാൻ ചെറിയതായിട്ട് പറയാമല്ലോ അല്ലേ? അങ്ങനെയല്ല, കാരണം ഞാനൊരു പക്ക ഏറനാടൻ, ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്ന് വന്ന ആളാണ്. പാലക്കാട് ജില്ലയിൽ പഠിച്ച ഒരു മനുഷ്യനാണ്. കാണാമറയത്തുള്ള സിനിമയിൽ പാലാക്കാരൻ ഒരു അച്ചായൻ്റെ രീതിയിൽ വേണം സംസാരിക്കാൻ. എന്തുവാ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവമാണ്. അപ്പോൾ അതെനിക്ക് തീരെ ശീലമില്ല. അപ്പോൾ പപ്പേട്ടനാണ്, പത്മരാജ സാറാണ് അത് എങ്ങനെ പറയണം. അപ്പോൾ അന്ന് പോലെ നമ്മുടെ ഈ പറഞ്ഞ പോലെ ഈസി ആയിരുന്നില്ല എന്നുള്ള കാര്യം പറയാം. ലൂപ്പ് സിസ്റ്റം അല്ലേ അന്ന്. ഒറ്റ ഡയലോഗൊക്കെ വലിയ കാണാപ്പാടമൊക്കെ പഠിച്ചിട്ട് അടിച്ച് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട്. പിന്നെ റഹ്മാൻ ആ സമയത്ത് ഒരു പടം ഒരു ലക്കി ശബ്ദം വന്നു കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത് പോലെ റഹ്മാൻ്റെ 99% സിനിമകളിലും പിന്നെ ഞാനായിപ്പോയി സൗണ്ട്. വിനീതിൻ്റെയും നക്ഷത്രങ്ങൾ മുതൽക്കിങ്ങ് തുടങ്ങിയിട്ട് അതാണ് സംഭവിച്ചത്. നിങ്ങൾ ഒരുമിച്ചല്ലേ ഡബ് ചെയ്തേ? കാണാമറയത്തിലെ ശോഭനയ്ക്ക് ലതാരാജുവാണ് ഡബ് ചെയ്തത്. അന്ന് ലതാരാജുവാണ് അത് കാണാമറയത്തോ? അതെ. ജിസ്മോൻ ഈ പറയുന്ന മാതിരി പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ആഡ് ഫിലിം മേക്കറാണ്, ഡബിങ് ആർട്ടിസ്റ്റ് ആണ്, ഫിലിം ഡയറക്ടറാണ് അല്ലേ? ഏതാ ശരിക്ക് ആസ്വദിക്കുന്നത്? എല്ലാം ആസ്വദിക്കും. അല്ലെ, എന്നോട് പേഴ്സണലി ചോദിച്ചാൽ ഇപ്പോൾ എന്താ പറയുക, നമ്മൾ പറയുന്ന പോലെ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്ന് പറയുന്നത് സംവിധാനം തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. ഇപ്പോൾ സരേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ഡബിങ്ങിൽ വരുമ്പോഴേക്കുള്ള ഒരു ഡ്രീം സംവിധാനം ചെയ്യുക എന്നുള്ളതായിരുന്നു. പക്ഷെ ഞാൻ വന്ന സമയത്ത് സീരിയലുകളൊക്കെ ഒരുപാട് സീരിയലുകളിൽ ശബ്ദം കൊടുക്കുന്ന ഒരുപാട് സിനിമകളിൽ ശബ്ദം കൊടുക്കാനുള്ള അവസരം ഉണ്ടായപ്പോൾ അതൊക്കെ നിർത്തി വെച്ചിട്ടൊരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പോകാനോ അല്ലെങ്കിൽ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കാനോ ഒന്നും തുനിഞ്ഞില്ല. പക്ഷെ അതിൽ നമ്മൾ നോക്കിയത് കുറേ വേൾഡ് സിനിമാസ് കാണുക, പിന്നെ ഡബ്ബിങ് തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന. കാരണം നമ്മൾ ഡബ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഡയറക്ടേഴ്സ് ചില മോശമായിട്ട് അഭിനയിച്ച ആർട്ടിസ്റ്റുകളെ കുറിച്ച് കമന്റ് പറയില്ല, ഇയാൾ എന്തായി കാണിച്ചു. അപ്പോൾ അസോസിയേറ്റ്സ് ഒക്കെ അതങ്ങ് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമ്മളിങ്ങനെ ഇത് എന്തുകൊണ്ടായിരിക്കും സാർ അങ്ങനെ പറഞ്ഞത്? അങ്ങനെ കുറേ സിനിമകൾ കഴിഞ്ഞ് ഒരു യാദൃശ്ചികമായിട്ട് ഒരു കഥ വന്നു, അത് എഴുതി ബൈസൈക്കിൾ തീവ്സ് എന്ന് പറയുന്നൊരു സിനിമ സംവിധാനം ചെയ്തു. അതിനൊപ്പം തന്നെ ഫിലിം മേക്കിംഗ് പിന്നെ പാരലൽ ഉണ്ടായിരുന്നു. ജിസ്മോൻ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന അല്ലു അർജുന്റെ ശബ്ദമായിട്ടാണ് അല്ലേ?
അത് തന്നെയാണ് തോന്നുന്നത് ഏറ്റവും അധികം ആളുകൾ ജിസ്മോനെ ശ്രദ്ധിച്ചിട്ടുള്ളത്. കുറെ അതിനെക്കുറിച്ച് ഇന്റർവ്യൂസ് ഒക്കെ വന്നപ്പോൾ അല്ലു അർജുന്റെ ശബ്ദം എന്നാണ് വളരെ സൂട്ടബിൾ ആയിരുന്നു അയാൾക്ക് അല്ലേ? അത് ചേച്ചി, അതായത് അതിന് അഡ്വാൻറ്റേജും ഉണ്ട് ഡിസഡ്വാൻറ്റേജും ഉണ്ട്. പക്ഷെ ഞാൻ അതിൻ്റെ അഡ്വാൻറ്റേജ്, എൻ്റെ പോസിറ്റീവ് സൈഡ് മാത്രമേ കാണുന്നുള്ളൂ. കാരണം അദ്ദേഹത്തിന് ശബ്ദം കൊടുക്കാൻ തുടങ്ങിയതിന് ശേഷമാണ്, അതിപ്പോൾ ഒരു 7 വർഷമല്ലേ ആയിട്ടുള്ളൂ. നമ്മൾ ഡബ്ബിങ് തുടങ്ങിയിട്ട് 15 വർഷമെങ്കിൽ ആ സമയത്ത് നമ്മുടെ വോയിസ് ആരും ശ്രദ്ധിച്ചിട്ട് പോലുമില്ല. അല്ലു അർജുൻ എന്നാണോ ശബ്ദം കൊടുക്കാൻ തുടങ്ങിയത്, ആ സിനിമകളിൽ ആര്യ, ഹാപ്പി, ബണ്ണി, ഹീറോ എന്നൊക്കെ പറഞ്ഞ കുറേ പടങ്ങളുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മുടെ വോയിസിന് ഒരു ഐഡന്റിറ്റി കിട്ടിയത്. പക്ഷെ ഇപ്പൊ അത് ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ വേറൊരാൾക്കും ഡബ് ചെയ്യാൻ പറ്റില്ല. ശബ്ദം പോയി, ജിസ്മോന്റെ അടി കൊടുക്കും. പലർക്കും ആ കാര്യം സംഭവം സംഭവിച്ചിട്ടുണ്ട്. അയ്യോ, അതെ. പക്ഷെ ഞാൻ പറഞ്ഞ കറക്റ്റ് സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് സ്വിച്ച് ഓവർ ചെയ്തുകൊണ്ട് പെട്ടുപോയെന്നെ. ദേവി എന്തോ ചേച്ചി, എവിടെ തിരിഞ്ഞാലും നിന്റെ തന്നെ ശബ്ദം എന്ന് പറയുന്ന മാതിരിയ TV ഓൺ ചെയ്താലും ദേവി മയമാണ് അല്ലേ? സിനിമയിലും അതെ. ഇതെല്ലാം കൂടെ എങ്ങനെ മാനേജ് ചെയ്യും? എനിക്ക് 2 പകലും 1 രാത്രിയാണെങ്കിലേ ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഭാഗ്യത്തിന് സീരിയൽ 5-6 ദിവസമേ ഉള്ളൂ. ജയൻ ചേട്ടാ പണ്ട് 5 ദിവസമായിരുന്നു, ഇപ്പൊ 6 ദിവസമുണ്ട്. ദേവിയും ഈ പറയുന്ന പോലെ അഭിനയം തന്നെയായിരുന്നു തുടക്കം. അതെ, തീർച്ചയായും അല്ലേ? ചെറിയ കുട്ടിയായിട്ട് സേനേട്ടന്റെ തന്നെ അപ്പൂട്ടനിൽ അഭിനയിച്ചിട്ടുണ്ടല്ലേ? ഒരു കുടയും കുഞ്ഞു പെങ്ങളും. അങ്ങനെയാണ് ഡബിങ്ങിലേക്ക് വരുന്നത്. കുട്ടിയായിട്ട് തന്നെയാണ് ഞാൻ അഭിനയിച്ചിട്ട് ഞാൻ തന്നെ എനിക്ക് ഡബ് ചെയ്തു. അത് കഴിഞ്ഞ് 2ാമത്തെ സീരിയലാണ് ഈ ഒരു കൂടെയും കുഞ്ഞു പെങ്ങളും. അതിൽ വേറൊരു കുട്ടിയുടെ ക്യാരക്ടർ ഉണ്ടായിരുന്നപ്പോൾ വെറുതെ ഞാൻ പറഞ്ഞാണ് ഞാൻ തന്നെ ചെയ്യാമെന്ന്, വെറുതെ തമാശയ്ക്ക്. അങ്ങനെയാണ് വേറൊരാൾക്ക് ഡബ് ചെയ്ത് തുടങ്ങിയത്. ഈ ഡബിങ് പഠിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് പ്രിപ്പറേഷൻ വല്ലതും എടുത്തിട്ടുണ്ടോ തുടക്കകാലത്ത്? ഇല്ല, ഞാൻ അഭിനയിച്ചതിൽ തന്നെയാണ് ആദ്യം ഡബ് ചെയ്യുന്നത്. അപ്പോൾ സുമാസ്കറിയ എന്ന് പറയുന്ന ഡബിങ് ആർട്ടിസ്റ്റ് സുമചേച്ചി ഡബ് ചെയ്യുന്നതാണ് ആദ്യം കാണുന്നത്. സ്റ്റുഡിയോയിൽ വന്നിട്ട് എന്നോട് വിജയകൃഷ്ണൻ സാർ പറഞ്ഞ് ഡബിങ് എന്താണെന്ന് കാണൂ. ഞാൻ കണ്ടിട്ടില്ല, അന്ന് 1ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പോൾ സുമചേച്ചി ഡബ് ചെയ്യുന്നത് കണ്ടു. അപ്പോൾ അതിനകത്ത് ഒരു ഡയലോഗ് ഉണ്ട്, അച്ചായാന്ന് വിളിച്ച് കരയണം, അച്ചായാന്ന് വിളിച്ച് കരയണം സുമചേച്ചി. അപ്പോൾ 1-2 ടേക്ക് എടുത്തപ്പോൾ ഞാൻ അയ്യേ അച്ചായാന്ന് വിളിക്കാൻ അറിഞ്ഞൂടാ. ഞാൻ പറയാ, ഞാൻ അമ്മയുടെ അറിയാം ഈ ആന്റിക്ക് അച്ചായെന്ന് വിളിക്കാൻ അറിഞ്ഞൂടാ, ഈ ആന്റിയാണ് ഡബ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഇത് സുമചേച്ചി കേട്ടു, ഹെഡ്ഫോണിൽ കേട്ടിട്ട് പറഞ്ഞു ഇവിടെ വന്ന് നിൽക്ക അപ്പം അറിയാം എന്ന് പറഞ്ഞു. അങ്ങനെ സുമചേച്ചിയാണ് എൻ്റെ കൂടെ നിന്ന് ആദ്യം ഡബ് ചെയ്യിപ്പിക്കുന്നത് എനിക്ക് വേണ്ടി തന്നെ. അതെ, ഒരു പക്ഷെ ആദ്യമായിട്ട് സംസ്കൃത പാഠം ഡബ് ചെയ്താണ് ദേവി. ഈയിടയ്ക്ക് വിനോദ് മങ്കർ സാറിന്റെ ഒരു സംസ്കൃത മൂവി ഡബ് ചെയ്തു. അതെ, സംസ്കൃതത്തിൽ ഡബ് ചെയ്തു. ഉണ്ണിയേട്ടനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഉണ്ണിയേട്ടാ, അതായത് ദേവദാസ് സാറൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഈ റെക്കോർഡിസ്റ്റുകളുടെ ഭാഗത്ത് നിന്ന് കുറെ കൂടെ ഡബിങ് ആർട്ടിസ്റ്റുകൾക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻ തരാൻ സാധിച്ചിട്ടുണ്ട് അല്ലേ? കാരണം എങ്ങനെ പറയണം, ഓരോ സ്ഥലത്തും എന്തായിരിക്കണം ശബ്ദത്തിന്റെ വേരിയേഷൻസ്, ഭാവം അല്ലേ? പക്ഷെ പല റെക്കോർഡിസ്റ്റുകളും അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, പറയുന്നില്ല, പറഞ്ഞു കൊടുക്കുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കും റെക്കോർഡിസ്റ്റുകളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു സഹായം ഇല്ല? അതിന് എനിക്ക് തോന്നുന്നത് ഇത് കുറച്ച് വ്യത്യാസമുണ്ട്. എന്ന് പറഞ്ഞാൽ 2 തരം റെക്കോർഡിസ്റ്റുകളുണ്ട്. ചിലർ ഓൺലി ടെക്നോളജി മാത്രം ബേസ് ചെയ്തിട്ട് വരുന്ന റെക്കോർഡിസ്റ്റുകളുണ്ട്. അവർ ആ ടെക്നിക്കൽ ക്വാളിറ്റി മാത്രമേ നോക്കുള്ളൂ. ആർട്ടിസ്റ്റുകളുടെ എങ്ങനെ ഡെലിവർ ചെയ്യണം, എങ്ങനെ മോഡുലേറ്റ് ചെയ്യണം എന്നുള്ളത് ആർട്ടിസ്റ്റുകളുടെ ഒരു അവരിഷ്ടം പോലെ ചെയ്തോട്ടെ എന്ന് വിചാരിക്കുന്ന റെക്കോർഡിസ്റ്റുകളുണ്ട്. അല്ലാതെ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്ന ദാസാറൊക്കെ അങ്ങനത്തെ ഒരാളാണ്. അദ്ദേഹത്തിന് കോൺട്രിബ്യൂഷൻ ചെയ്യുമ്പോൾ ഭാഗ്യലക്ഷ്മി നന്നായിട്ട് അറിയുള്ളൂ. അങ്ങനത്തെ റെക്കോർഡിസ്റ്റുകളുണ്ട്. അപ്പോൾ ഈ ഏത് റെക്കോർഡിസ്റ്റുകളാണ് എവിടെയാണ് നമ്മൾ ഏത് സ്റ്റുഡിയോയിലാണ് എത്തുന്നതനുസരിച്ചിരിക്കുന്നത് ഇത് ഈ റെക്കോർഡിസ്റ്റുകളുടെ കോൺട്രിബ്യൂഷൻ. കാരണം എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ദാസേട്ടനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കോമഡിയാ. ഒരു സിനിമയുടെ ഡബിങ്ങിന് അന്ന് ചിത്രാഞ്ജലി വെള്ളയമ്പലത്ത് ആ കോർണറിൽ. അപ്പൊ അവിടെ ഞാൻ നായികയായിട്ട് അഭിനയിച്ച സിനിമയിൽ ഡബ് ചെയ്യാനാ ചെന്നത്. പക്ഷെ ഞാൻ ഊമയാണ്. അത് ഞാൻ തന്നെ അല്ല, ഞാൻ അതിൽ വേറൊരു ക്യാരക്ടർ ഡബ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ദാസേട്ടൻ എൻ്റെ അടുത്ത് അവിടെ നിന്നിട്ട് ഈ ഊമ എന്ന് പറയുമ്പോ ബബബ എന്ന് പറയലല്ല, ഈ ഊമ എന്ന് പറയുന്നവർക്ക് വേറൊരു ശബ്ദമുണ്ട്. ആ ശബ്ദം അപ്പൊ എനിക്ക് തല്ലിക്കൊന്നാൽ അത് വരുന്നില്ല. അപ്പൊ ദാസേട്ടൻ പറഞ്ഞു അത് ശബ്ദം കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്, കൊടുത്തിട്ട് ഇത് നശിപ്പിക്കണ്ട എന്ന് പറഞ്ഞ് എന്നെ മാറ്റിയിട്ട് ഞാൻ വേറൊരു ക്യാരക്ടറാണ് ഡബ് ചെയ്തത്. അതുപോലെ തന്നെ അതിനുശേഷം പിന്നെ ഞാൻ കാണുന്നത്
നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് ഡബ് ചെയ്യാൻ വന്നപ്പോഴാണ്. അപ്പോൾ ദാസേട്ടൻ ഞാൻ ഡബ് ചെയ്ത് തുടങ്ങിയപ്പോഴേ, നമ്മൾ മെഡ്രാസിലാണല്ലോ, ഈ ഉറക്കെ സംസാരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ ഫാസിൽ സാറും സിദ്ദിഖ് ലാലൊക്കെ അന്ന് അസോസിയേറ്റ്സാണ്. ഇപ്പോൾ ഒരു പറഞ്ഞു ശിവാജി ഗണേശൻ ഇങ്ങനെ എന്നെ കളിയാക്കും, കണ്ടോ ഓവറായിട്ട് എല്ലാം സംസാരിക്കുള്ളൂ എന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് ദാസേട്ടൻ എന്നെ തനിയെ വിളിച്ച് പറയുകയാണ് ചെയ്തത്, എങ്ങനെ സംസാരിക്കണം, നമ്മൾ തൊട്ടടുത്തിരിക്കുന്ന ആളോട് എങ്ങനെ സംസാരിക്കണം എന്നൊരു രീതി പഠിപ്പിച്ചു തന്നത് ദാസേട്ടനായിരുന്നു. പക്ഷെ പലപ്പോഴും സേനേട്ട, നമ്മൾ തന്നെ മെഡ്രാസിൽ എനിക്ക് തോന്നുന്നു സേനേട്ടൻ്റെ പടം വീനസ് സ്റ്റുഡിയോ, നമ്മൾ ആദ്യം വീനസിലാണ് ഡബ് ചെയ്തായിരുന്നു. അവിടെ ഒരു തമിഴ് റെക്കോർഡിസ്റ്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു മെഡ്രാസിലെ മിക്ക സ്റ്റുഡിയോസിലും തമിഴ് റെക്കോർഡിസ്റ്റുകളായിരുന്നു ഏറ്റവും അധികം ഉണ്ടായിരുന്നത് അല്ലേ? അപ്പൊ അന്ന് അവര് ഇങ്ങനെ സേനേട്ടൻ്റെ അടുത്ത് എങ്ങനെയാണ് ഡബിങ് ആർട്ടിസ്റ്റുകൾക്ക് ഇത് സഹായിച്ചു കൊടുക്കേണ്ടെന്ന് വല്ലതും പറഞ്ഞു തരുമായിരുന്നു? അല്ല, അന്ന് ആദ്യം നമുക്ക് അന്നത്തെ സിസ്റ്റം ഒന്ന് പറയാം. അതായത് ലൂപ്പ് ഓടിക്കൊണ്ടിരിക്കും, കോമ്പിനേഷൻ ആർട്ടിസ്റ്റുകളെല്ലാം വേണം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നസീർ സാറാണ് അഭിനയിക്കുന്നതെങ്കിൽ സാറിൻ്റെ കൂടെ അഭിനയിക്കുന്ന എല്ലാവരും വേണം. കറക്റ്റ് ലിപ്പിൽ തന്നെ പറയണം. ഒരുപാട് അതിനകത്ത്. പക്ഷേ അന്നത്തെ ഒരു മാനുവൽ പവർ ഭയങ്കരമായിരുന്നു. കാരണം മെഷീനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അത് കാരണം 100% ക്വാളിറ്റിയിൽ തന്നെ എല്ലാവരും പറഞ്ഞ് ശീലിച്ചവരാണ്. അപ്പോൾ ഈ വീനസിൽ ഈ ആഗ്രഹം ചെയ്യുന്ന സമയത്ത് നമ്മൾ കോമ്പിനേഷൻസ് ആയിരുന്നു. വേറൊരു ഏറ്റവും രസകരമായ കാര്യം, 4 ദിവസം അല്ലെങ്കിൽ 5 ദിവസം കൊണ്ട് ഫുൾ പടം ഡബ്ബിങ് തീരും. ഇപ്പോൾ 20 ദിവസം ഡബ്ബിങ് തീരത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ ആഗ്രഹം എനിക്ക് തോന്നുന്നു 4 ദിവസം. അതിനകത്ത് മേനയുടെ വോയിസാണ്, അതിനകത്ത് ആനന്ദവല്ലി, എനിക്കുള്ള ആനന്ദവല്ലി മറന്നുപോയി തോന്നുന്നു, ശുഭയുടെ വോയിസ്, ശുഭയുടെ വോയിസ് അടൂർ ബാസിയുടെ വൈഫായിട്ട്. അപ്പം ദേവൻ ആദ്യമായി നായകനായിട്ട് അഭിനയിക്കുന്ന സിനിമ, അതൊക്കെ ഒരു വലിയ ആഗ്രഹം. ഈ ദേവന് പേരിട്ടതും ഞാനാണ്. ദേവന്റെ പേര് മോഹൻ എന്നാണ്. അപ്പോൾ അതിനകത്ത് ദേവൻ ഇങ്ങനെ പറഞ്ഞു, എനിക്കൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പേര് വേണം, അപ്പോൾ അങ്ങനെ ഒരു പേരിൽ ഇനി അറിയപ്പെടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതിനകത്ത് കഥാപാത്രത്തിൻ്റെ പേര് ദേവരാജ് എന്നാണ്. അപ്പോൾ ഞാൻ ദേവനോട് ചോദിച്ചു, ഇങ്ങനെ ദേവൻ എന്നിട്ടാ എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞ് ഉഗ്രം പേരാന്നുള്ളത്. അങ്ങനെ അതിനകത്ത് എഴുതി കാണിക്കുന്നുണ്ട്, ഞങ്ങൾ പരിചയപ്പെടുന്ന പുതുമുഖം ദേവൻ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഈ കോമ്പിനേഷനിൽ നിന്നാണ് ആർട്ടിസ്റ്റുകൾ ഡബ് ചെയ്യുന്നത്. അതിനകത്ത് ഈ മോഡുലേഷൻസ് അധികം ആർക്കും പറഞ്ഞു കൊടുക്കേണ്ടി വരത്തില്ല. കാരണം ആ ഷോട്ടിലുള്ള ആദ്യത്തെ കഥാപാത്രം സംസാരിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് വരും. കറക്റ്റ്. കാരണം നിൽക്കുന്നത് അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകൾ വേണമല്ലോ. അപ്പോൾ പക്കായിരിക്കും. അതുകൊണ്ട് വാസ്തവത്തിൽ സംവിധായകനും റെക്കോർഡിസ്റ്റിനും ഒക്കെ അന്ന് ജോലി കുറവായിരുന്നു. ഇപ്പോഴാണ് ഇത്, കാരണം കോമ്പിനേഷൻ ആർട്ടിസ്റ്റ് ഇല്ല. പൈലറ്റ് ട്രാക്കിൽ കേട്ടായിരിക്കുമല്ലോ മറ്റേ ആൾ ഡബ് ചെയ്യുന്നത്. അപ്പോൾ പൈലറ്റ് ട്രാക്കിൽ പറഞ്ഞിരിക്കുന്ന മോഡുലേഷൻ പലപ്പോഴും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അത് വേറൊരു ടോണിലാണ് പറയുന്നത്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞത് ഡബ്ബിങ്ങിൻ്റെ ക്വാളിറ്റി പ്ലസ് ഒരു സൗഹൃദം, ഈ ഒന്നിച്ച് നിന്ന് ജോലി ചെയ്യുന്നു എന്നുള്ള, വർക്ക് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു സൗഹൃദം ഭയങ്കരമാണ്. നമ്മളൊക്കെ ആഘോഷിച്ചിട്ടുള്ളത് അല്ലേ? 4-5 ദിവസം തിയേറ്ററിൽ നമ്മുടെ ആർട്ടിസ്റ്റ് ചന്ദ്രമോഹൻ, എൻ്റെ മിക്കവാറും സിനിമകൾ ഡബ് ചെയ്തിട്ടുള്ള ആളാണ്. ഒരുമിച്ച് ഇങ്ങനെ നമ്മൾ നിന്ന് കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് തുടങ്ങുക, ഒരു 1-1.5 മണിയാകുമ്പോൾ ബ്രേക്ക് ചെയ്തിട്ട് ഫുഡ് കഴിക്കുക, പിന്നെ 1 മണിക്കൂർ വളഞ്ഞിരുന്ന് വർത്താനം പറയുക, വീണ്ടും വർക്ക് തുടങ്ങുക എന്നൊക്കെ പറയുന്ന അതൊരു ലോകമായിരുന്നു. ആർട്ടിസ്റ്റുകളും എല്ലാവരും ഉണ്ടാവും. അതാ ബന്ധം ഭയങ്കരം. ശോഭനയും റഹ്മാനും അഭിനയിച്ച തമ്മിൽ എന്ന് പറയുന്ന ഒരു ഫിലിം ഡബ് ചെയ്യുമ്പോൾ അതിൽ പിന്നെ ഏറ്റവും കൂടുതൽ റൊമാൻസാണ്. പിന്നെ അപ്പം നമ്മൾ എന്ത് ചെയ്യും, കുറേ നേരം ഡബ് ചെയ്തിട്ട് ഒന്ന് ഡള്ളാവുമ്പോൾ അതിലൊരു പാട്ടിടും. അത് നമ്മൾ കുറേ നേരം ആ പാട്ട് ആസ്വദിക്കുമ്പോൾ വീണ്ടും ഞങ്ങൾക്ക് കുറച്ച് ഒരു ഊർജ്ജം വരും, വീണ്ടും നമ്മൾ ഡബിങ്ങിലേക്ക് ഇറങ്ങും. നമ്മുടെ വളരെ സീനിയർ ആയിട്ടുള്ള ആനന്ദവല്ലി ചേച്ചി ഞാനും കൂടി ചെയ്തൊരു പടമാണ് ലയനം എന്ന് പറഞ്ഞ സിൽക്ക് സ്മിതയ്ക്ക് ചേച്ചി. അതിലെ ഹീറോ ആയിട്ടുള്ള മറ്റേ ഉർവശിയുടെ ബ്രദർ, മരിച്ചുപോയ അനിയനില്ലേ, അദ്ദേഹമായിരുന്നു ഹീറോ. ഞങ്ങൾ തമ്മിലുള്ള ഒരു കോതണ്ടപാണി SP ബാലസുബ്രഹ്മണ്യത്തിന്റെ തിയേറ്ററിൽ പ്രിൻസ്. അപ്പൊ ഞങ്ങൾ തമ്മിലുള്ള അങ്ങനത്തെ പടമാകുമ്പോൾ എന്തായിരിക്കും അതിലുള്ളതെന്ന് പ്രതീക്ഷിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. അപ്പൊ അത് ഞങ്ങൾ ഡബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് ഇത് കേൾക്കുന്ന ആൾക്കാർ ആ പഴ ടെൻഷനായി പോയെന്നാണ് ഞാൻ പറഞ്ഞത്. ഇതിന്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത്? അല്ല, ഞാനത് ചോദിക്കണം എന്ന് ആഗ്രഹിച്ചൊരു ചോദ്യം. അത്തരം സിനിമകൾ ഡബ് ചെയ്യുമ്പോൾ ഒരു ചമ്മല് തോന്നുമോ?
മൈക്കിന്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ ആ, ഒക്കെ പറഞ്ഞ്. ആണോ? എന്റെ ഭാഗ്യം. അല്ല ജയൻ കിന്നാരത്തുമ്പികൾ. അതെ, ഞാൻ മിണ്ടാതിരുന്ന കിന്നാരത്തുമ്പിയിലെ നായകന്റെ ശബ്ദം എന്റെയാ. ഞാനത് ഈയിടെ യൂട്യൂബിൽ വെറുതെ എടുത്തിട്ട് ആ നായകൻ ആരായിരുന്നു? പയ്യൻ വളരെ കഷ്ടമായിട്ടോ. കാരണം അത് ഡബ് ചെയ്യുന്ന സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാനാണ് ഹീറോ വോയിസ് ചെയ്യുന്നത്. ഷക്കീലേക്ക് ഡബ് ചെയ്യുന്ന മീന ചേച്ചിയാണ്. അപ്പോൾ അന്ന് ഉണ്ണിസാറിന് രജിസ്റ്റർ ആയില്ല ചെയ്യുന്ന സമയത്ത് ഹുസൈനിക്ക് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തോട്ട് ആരും വരുന്നില്ല കേട്ടോ, ഡയറക്ടറും ഇല്ല, അസിസ്റ്റൻസും ഇല്ല, ആരുമില്ല. നിങ്ങൾ രണ്ട് മൈക്ക് വെച്ച് മീന ചേച്ചിക്ക് ഭയങ്കര ചമ്മലൊക്കെയാണ്. ഈ പിന്നെ ഡബ് ചെയ്യുമ്പോൾ ഫുൾ സീക്വൻസ് ഉണ്ടല്ലോ, ഈ സെൻസർ ചെയ്തതല്ലേ പുറത്തു വരുള്ളൂ. അതിനകത്താകുമ്പം എല്ലാം ഉണ്ട്. അപ്പൊ ഇതിങ്ങനെ ഒരു ജോലി പോലെ ഡബ് അവസാനമായപ്പോണ്ടല്ലോ നമുക്ക് ഭ്രാന്തായി. ഇത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സാധനം ഈ മുക്കലും മൂളലൊക്കെ ഡബ് ചെയ്യാന്ന് പറഞ്ഞാലേ വലിയ പ്രശ്നമായിട്ട് ആദ്യ അവസാനമായിട്ട് ഒരു പടം. പക്ഷെ അത് ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയിരുന്നു. കേരളത്തിൽ മൊത്തം ഈ ശബ്ദം കേട്ടു. കുറെ ഫ്രണ്ട്സ് ഒക്കെ എന്നെ കോഴിക്കോട് നിൽക്കണം, അവിടെയൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു ഈ പടം. കോഴിക്കോട് ജയേട്ടൻ നിന്നെ കാണുന്നുണ്ട് കേട്ടോ ഈ പടത്തിൽ. ഞാൻ പറഞ്ഞില്ല, ഞാൻ അഭിനയിച്ചിട്ടില്ല, ശബ്ദം മാത്രമേ ഉള്ളൂ. അന്ന് ടൈറ്റിലിന്റെ പേര് വരുമായിരുന്നു. വന്നോന്ന് തോന്നുന്നു, അറിയില്ല ചേച്ചി. ഇല്ലല്ലേ? ഇല്ലല്ലോ. ഭാഗ്യം. ഇപ്പൊ എല്ലാം തീർന്നില്ല, എല്ലാം ചാനൽ വഴി അറിഞ്ഞില്ലേ? ഞാൻ ഒളിച്ചു വെച്ചിരുന്ന രഹസ്യമല്ലേ. കിന്നാരത്തുമ്പികൾ പോലെയുള്ള സിനിമകൾ ഡബ് ചെയ്യുമ്പോൾ വളരെ എന്താ പറയുക, ഇതിനൊന്നും വലിയ കഠിനാധ്വാനത്തിന്റെ ആവശ്യമൊന്നുമില്ല. വെറുതെ നമ്മൾ അവിടെ ഇരുന്ന് കുറെ വികാര ശബ്ദങ്ങൾ കൊടുത്താൽ മതി എന്ന് വിചാരിച്ചാണോ അത്തരം സിനിമ? ബുദ്ധിമുട്ടാണ് അത് ചെയ്യാൻ. ശാരീരികമായ സന്തോഷവും ഇല്ല, ഇല്ല, ഇതിനൊരു തമാശ പക്ഷെ ആ ശബ്ദം കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞ. ഒരു സൗണ്ട് ചേച്ചിയോട് തലകുത്തി മറയാൻ പറഞ്ഞപ്പോ ഇവിടെയും മാറി. പക്ഷെ ഇതൊക്കെ അല്ല, ഈ കൈ ഇങ്ങനെ കൊടുത്താൽ ഞാൻ മാത്രം ചെയ്യാൻ പറ്റില്ല. അതല്ല ഒരാളെ തന്നത്, ഞാൻ തന്നെ വേണോ? പാവം എന്റെ ഡയലോഗ് പറയാൻ പറഞ്ഞപ്പോ ഒരു എഫക്റ്റ് എനിക്ക് വരുന്നില്ല. അത് അതുകൊണ്ടാണ് ചോദിച്ചത്. ഞാൻ ശ്രമിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. അവരൊക്കെ കണ്ട അതാണ് അന്തല്ലി ചേച്ചി കണ്ടോ. അത് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടായിരുന്നു. രഹസ്യം എന്ന് പറയുമ്പോൾ ഒരു വേറെ കാര്യം കൂടി അത് കണക്ട് ചെയ്യാൻ തോന്നുന്നു എനിക്ക്. നമ്മുടെ മമ്മൂക്കയും മോഹൻലാലും ഒക്കെ വരുന്നതിന് മുമ്പത്തെ തലമുറയിലുള്ള ഒരു സൂപ്പർ ഹീറോ, അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞൊരു വാക്കുണ്ട്. ഇവിടെ കുറേ കാര്യങ്ങൾ സിനിമയെ സംബന്ധിച്ചിടത്തോളം പണ്ടത്തെ തലമുറ രഹസ്യമായിട്ട് വെച്ചിരുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ ഡ്യൂപ്പ് ഇടുന്നത് കാര്യം, ഡബ്ബിങ്ങിൻ്റെ കാര്യം. ഇപ്പം ശാരദയ്ക്കൊക്കെ വേറെ ആളുടെ വോയിസ് എന്നുള്ളത് വളരെ അപൂർവം പേരൊക്കെ അന്ന് അറിയാം. അപ്പം അത് അറിയാതിരിക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ സിനിമയോടുള്ള ആൾക്കാരുടെ ആ ഒരു ക്രേസ് കൂടാനുള്ളതിന് മെയിൻ കാര്യം. ഇതിൻ്റെ രഹസ്യങ്ങളൊക്കെ പുറത്ത് വരാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇതിന്റെ എല്ലാം ത്രില്ല് പോയത് എന്നാണ് പറയുന്നത്. മറ്റേതിങ്ങനെ നമ്മുടെ മുമ്പിൽ കാണുവാണ് ഒരു ഹീറോ ഇങ്ങനെ ഓടി വരുന്നു, നിർത്തി, പിന്നെ ഡൂപ്പ് എടുത്ത മധ്യ ത്യാഗരാജൻ മാസ്റ്ററുടെ ഒരു ഡൂപ്പ് മൾട്ടി അടിക്കുന്നു. അപ്പോൾ ആ രഹസ്യം പുറത്തുള്ള ആൾക്കാർ കാണാൻ തുടങ്ങി. സ്റ്റുഡിയോയ്ക്ക് അകത്ത് ചെയ്യുമ്പോൾ ഇതൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. പലതും രഹസ്യമായിട്ട് വെക്കേണ്ട കാര്യങ്ങൾ പുറത്ത് വന്നതിന് ശേഷമാണ് ഈ സിനിമയോടുള്ള ആൾക്കാർക്ക് അവർക്കെല്ലാം മനസ്സിലാവുന്നത്. തെറ്റാണെന്നല്ല ഞാൻ പറയണം. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം ഞാൻ കേൾക്കുകയുണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഉണ്ണേട്ടാ, ഞാൻ ചോദിക്കട്ടെ, യഥാർത്ഥത്തിൽ ഈ ഡബ്ബിംഗ് എന്ന് പറയുന്ന ഒരു ഇത് മറച്ചു വെക്കേണ്ട ഒരു കാര്യം തന്നെയാണോ സിനിമയുടെ? എനിക്ക് തോന്നുന്നില്ല, മറച്ചു വെക്കേണ്ട കാര്യമല്ല. കാരണം ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളുടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടല്ലോ. പലപ്പോഴും പല നടീനടന്മാരുടെയും മോശം അഭിനയം ഡബ്ബിംഗ് കൊണ്ട് നന്നാവുന്നുണ്ട്. അത് ആ സാധാരണക്കാർ കാണുമ്പോൾ പറയുന്നതാവോ വളരെ നന്നായി അഭിനയിച്ചിട്ടുണ്ട്. അതിനുള്ള കാരണം ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ് പലപ്പോഴും പലരും മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് ആ കോൺട്രിബ്യൂഷൻ എന്തായാലും ഉണ്ട്. അത് പുറത്തറിഞ്ഞേ പറ്റൂ. ഈ ഡബ് ചെയ്യുന്നുണ്ട്, അറിയാൻ പറ്റുമല്ലേ? പല സാറിനും അറിയാൻ പറ്റും. ഡയലോഗ് പറയാൻ മടിക്കുന്ന മറുനാടൻ പെൺകുട്ടികളെ കൊണ്ട് 1 2 3 4 ABCD ചേച്ചി ഡബ് ചെയ്തിട്ടില്ലേ? മറുനാടൻ അഭിനേതാക്കൾ അല്ല, മറിച്ചും സംഭവിക്കാറുണ്ടോ? നന്നായിട്ട് അഭിനയിച്ച ആർട്ടിസ്റ്റുകൾക്ക് അത്രയും നന്നായിട്ട് ഡബ് ചെയ്യാൻ പറ്റാതെയും പോവാറില്ലേ? സാധാരണ അങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ ഡബിങ് ആർട്ടിസ്റ്റുകളെ മാറ്റുകയാണ് പതിവ്.
ഒന്നെങ്കിലും അവരോട് പറയില്ല, വേറെ ആൾ വെച്ച് ഡബ് ചെയ്യും. പിന്നെ അല്ലെങ്കിൽ അവരോട് പറഞ്ഞ് മാന്യമായിട്ട് വോയിസ് മാച്ച് അല്ല അത് വന്നു. ഇത്തരം സിനിമകൾ ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ല. വലിയ വിഷമമായിട്ടാ പറയുന്നത്. കിട്ടിയാൽ ചെയ്യോ? നല്ലതാണെങ്കിൽ ചെയ്യുന്നതിനെന്താ? ചെയ്യും. പക്ഷെ ഇതുവരെ അങ്ങനെ ആരും വിളിച്ചിട്ടില്ല. അല്ല, ഇപ്പൊ അങ്ങനത്തെ പടം ഇല്ല, അതുകൊണ്ടാണല്ലേ അതിന്റെ ഒരു സീസണൊക്കെ തീർന്നു. ഇല്ല, ആ സീസൺ ഇല്ല ഇപ്പൊ. ജിസ്മോനെ സംബന്ധിച്ച് ഇപ്പൊ പറഞ്ഞ മാതിരി ഏറ്റവും നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ളത് അന്യഭാഷയിൽ നിന്ന് മൊഴിമാറ്റം ചെയ്ത സിനിമകളാണ് അല്ലേ? അപ്പൊ അത്തരം സിനിമകൾ ചെയ്യുന്നത് കൊണ്ട് എത്ര ബുദ്ധിമുട്ടി ചെയ്താലും അതിന് പ്രത്യേകിച്ച് അംഗീകാരവും കിട്ടുന്നില്ല അല്ലേ? പിന്നെ ചേച്ചി ഇപ്പൊ എനിക്ക് തോന്നുന്നത് എന്റെ പേഴ്സണൽ അനുഭവം നോക്കുകയാണെങ്കിൽ ചേച്ചി ഇപ്പൊ ഈ രണ്ട് പറഞ്ഞതിലും കോൺട്രാസ്റ്റ് എന്റെ കാര്യം. കാരണം ഞാൻ പറഞ്ഞില്ലേ, എന്റെ വോയിസിന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയത് ഈ അല്ലു അർജുനെ ഡബ് ചെയ്യാന്ന് പറയുന്നത്. പിന്നെ ഞാൻ സ്ട്രെയിറ്റ് പടങ്ങൾ ഡബ് ചെയ്തതിനേക്കാളും ഐ തിങ്ക് ഒരു 5 times എങ്കിലും കൂടുതൽ കിട്ടിയിരിക്കുന്നത് അല്ലു അർജുൻ പടങ്ങൾ ഡബ്. ഐ തിങ്ക് ഞാൻ പറയുന്നത് ഇപ്പോൾ, അതായത് 5 പടമൊക്കെ കഴിഞ്ഞതിന് ശേഷം അല്ലുവിൻ്റെ ഇപ്പോൾ 22 പടം ഡബ് ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ 5 സിനിമ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഈ അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അതിനുശേഷം നമുക്ക് ചോദിക്കുന്ന പേയ്മെന്റ് തരാറുണ്ട്. പക്ഷെ അതിന് പ്രശ്നമുണ്ട്, ഈ പറഞ്ഞ പോലെ മറ്റേ നമ്മൾ വേറൊന്നിനും പോയി ഡബ് ചെയ്യുന്നില്ലല്ലോ. അല്ലുവിൻ്റെ അല്ല, വേറെ ആർക്കും മാച്ചല്ല. ഇപ്പൊ ഒരു സിനിമ വളരെ പ്രശസ്തനായ ഒരു സംവിധായകന്റെ വളരെ എന്താ പറയാ മനോഹരമായ സിനിമകൾ സംവിധാനിച്ച അദ്ദേഹത്തിന്റെ ഒരു സിനിമ എനിക്ക് ഡബ് ചെയ്യണം എന്നുള്ള വലിയ സ്വപ്നമായിരുന്നു. അങ്ങനെ ഒരു തൃശ്ശൂർ ചേതന സ്റ്റുഡിയോയിൽ ഒരു 4-5 വർഷം മുമ്പ് ഡബ് ചെയ്ത് അസോസിയേറ്റ് ഡബ് ചെയ്യുന്നത്. ഇന്റർവെല്ലും കഴിഞ്ഞ് അടുത്ത സീനുകൾ ഡബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സംവിധായകൻ കയറി വരുന്നത്. അപ്പോൾ അദ്ദേഹം അവിടെ ഇരുന്നിട്ട് പറഞ്ഞു, ഇതാരാ ഡബ് ചെയ്യുന്നത്? അപ്പോൾ അസോസിയേറ്റ് ജിസ്മോനാണ് ഡബ് ചെയ്യുന്നത്. ഇത് മറ്റേ അല്ലു അർജുന്റെ ശബ്ദം പോലെ ഇരിക്കുന്നു, ഇത് ശരിയാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഡിസഡ്വാൻറ്റേജും ഉണ്ട്. പക്ഷെ ഞാൻ അതിനെ വളരെ പോസിറ്റീവായി അതിൻ്റെ അഡ്വാൻറ്റേജ് മാത്രം. കാരണം ഡബ്ബിങ് ആർട്ടിസ്റ്റ് അതൊരു തൊഴിലായിട്ട് ഞാൻ ചെയ്യുമായിരുന്നെങ്കിൽ ഞാനിത് വളരെ വേദനയോടുകൂടി പറയേണ്ടിരുന്ന ഒരു ചാപ്റ്ററാണ്. പക്ഷെ ഞാനത് വളരെ സന്തോഷത്തോടെ പറയുന്നു, കാരണം മറ്റൊരു തൊഴിലിലേക്ക്. പക്ഷേ ഈ പറയുന്ന മാതിരി പുരസ്കാരങ്ങൾ എന്നൊന്ന് കിട്ടില്ലല്ലോ അല്ലേ? അതില്ല. അതാണ് ഞാൻ അംഗീകാരം എന്ന് പറഞ്ഞത്. അത്തരം സിനിമകൾ പരിഗണിക്കുന്നില്ലല്ലോ, പരിഗണിക്കുന്നില്ല. അവാർഡിന് പരിഗണിക്കില്ല. അപ്പൊ നമ്മളുടെ ഒരു പിന്നെ ചില മുദ്രകൾ തെളിയിക്കപ്പെടാതെ പോകുന്ന മാതിരി തോന്നില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമുക്ക് നാളെ ഒരു കാലത്ത് ഇതെനിക്ക് ഇന്ന സിനിമ ചെയ്തിട്ട് കിട്ടിയ ഒരു അംഗീകാരമാണ് എന്ന് നമുക്ക് നമ്മുടെ തലമുറയോട് പറയാൻ സാധിക്കില്ല എന്ന് ഒരു കാരണം. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഡബ്ബിംഗ് പിക്ചർ വേണ്ട എന്ന് വെക്കുന്നത്. കാരണം നമുക്ക് ഒരേപോലെ സ്ട്രെയിൻ ഉണ്ട്. അല്ലു അർജുന്റെ ശബ്ദം എന്ന് ഐഡന്റിഫൈ ചെയ്യപ്പെട്ടതുകൊണ്ട് പലപ്പോഴും പല അവസരങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷെ നമ്മുടെ ഇടയിൽ ഇപ്പൊ ചന്ദ്രമോഹൻ ശങ്കറിനും ഡബ് ചെയ്തിട്ടുണ്ട്, റഹ്മാനും ഡബ് ചെയ്തിട്ടുണ്ട്, രാജ്കുമാറിന് ഡബ് ചെയ്തിട്ടുണ്ട്, സുരേഷ് ഗോപിക്ക് ഡബ് ചെയ്തിട്ടുണ്ട്. അതാണ് അതെന്തുകൊണ്ടാണ്? അപ്പൊ അന്ന് അങ്ങനെ ഒരു പിന്നെ അത്രമാത്രം എനിക്ക് തോന്നുന്ന ആളുകൾ അതിന് വലിയ ഞാൻ എൻ്റെ ഒരു ഒബ്സർവേഷനാണ്, ചിലപ്പോൾ തെറ്റായിരിക്കാം. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചറിയാം, എല്ലാ ശനിയും ഞായറും അല്ലു അർജുന ചുമ്മാ ശ്രദ്ധിച്ചോളൂ, ഇനിയുള്ള ശനി ഞായറുകൾ ഏതെങ്കിലും ചാനലുകളിലായിട്ട് ഒരു എല്ലാ ശനിയും ഞായറും ഏതെങ്കിലും സിനിമ ഉണ്ടാവും. ഇപ്പൊ ആര്യ എന്നൊക്കെ പറയുന്ന അവിടെ എത്രയോ തവണ വന്നു കഴിഞ്ഞു. അപ്പൊ അത് ടെലിവിഷൻ വന്നത് ഒരു കാരണമാണ് ഈ പറഞ്ഞ പോലെ. അല്ല, നമ്മുടെ ലിസിയൊക്കെ പറ്റി കേട്ടിട്ടുള്ളത്, ലിസി ശ്രീദേവിക്ക് സ്ഥിരമായിട്ട് വോയിസ് കൊടുത്തുകൊണ്ടിരുന്നു. സെറീന വഹാബിന് മദനോത്സവത്തിൽ ലിസി കൊടുത്തപ്പോൾ ശ്രീദേവിയാണ് ഡബ് ചെയ്തതെന്ന് വിചാരിച്ചു ജനങ്ങൾ. പക്ഷേ ഞാനിപ്പം ജിസ്മോന്റെ സൗണ്ട് കേട്ടല്ലോ. അപ്പൊ ഞാനിപ്പോ ഒരു സിനിമ ചെയ്യണമെങ്കിൽ എനിക്ക് ഈ സൗണ്ട് ഒരു പ്രോബ്ലം ആയിട്ട് തോന്നത്തില്ല. എനിക്ക് തോന്നിയില്ല അങ്ങനെ ഒരു വിചാരം. എനിക്ക് ആ ശബ്ദം, ഒന്നാമത്തെ കാര്യം ജിസ്മോന്റെ ശബ്ദം എനിക്ക് ഇഷ്ടമാണ്, എൻ്റെ സിനിമകൾ ഡബ് ചെയ്തിട്ടുള്ള ആളാണ്. രണ്ടാമത് ഇപ്പോൾ ആ പറഞ്ഞതിനകത്ത് വളരെ നാച്ചുറലായിട്ടാണ് പറഞ്ഞു പോയിരിക്കുന്നത്. അവർ വളരെ ആർട്ടിഫിഷ്യലായിട്ടാണ് റെൻഡർ ചെയ്തിരിക്കുന്നത്. തെലുങ്കും തമിഴൊക്കെ അങ്ങനെയാണ്. ബട്ട് മലയാളത്തിൽ ജിസ്മോൻ നല്ല നാച്ചുറലായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ വേറൊരു കഥാപാത്രത്തിലേക്ക് ഈ ശബ്ദം പ്ലേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നിയില്ല കേട്ടപ്പോൾ. തുറന്നു തന്നെ പറയാം സാർ. അതിന്റെ പ്രശ്നം എന്താ സാർ, എനിക്ക് തോന്നുന്ന ഒരു പരിധിവരെ ഇപ്പൊ മുമ്പൊക്കെ ഡബ് ചെയ്യുന്ന സമയത്ത് കൺസോളിൽ ഡയറക്ടർ ഉണ്ടാവും, ഈ സൗണ്ട് റെക്കോർഡിസ്റ്റും ഡയറക്ടറും തമ്മിൽ ഒരു വല്ലാത്ത. സാറിന്റെ പടങ്ങളിൽ ഞാൻ എത്രയോ പടം ഡബ് ചെയ്തിട്ടുള്ള, ഇന്നിപ്പോ പലപ്പോഴും അതൊരു തെറ്റോ ശരിയോ എന്ന് എനിക്കറിയില്ല, ഡയറക്ടേഴ്സ് ഉണ്ടാവാറില്ല. അതെ അതെ, സിനിമയില് ഡയറക്ടേഴ്സ്, സീനിയർ ഡയറക്ടേഴ്സ് പലരും കൺസോളിൽ ഉണ്ടാവാറില്ല. അസോസിയേറ്റ്സും അസിസ്റ്റൻസും ആണ് കൂടുതൽ ഉള്ളത്. അത് സത്യം പറഞ്ഞാൽ അത് എങ്ങനെ സാധിക്കുന്നു? ഒരു സിനിമ, ഞാൻ പറഞ്ഞല്ല, എൻ്റെ സിനിമയുടെ ഡബ്ബിങ് ചിത്രാഞ്ജലി നടക്കുന്നു
ഞാൻ വേറെ സ്ഥലത്തിരിക്കുന്നു എന്നുള്ളത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. പലപ്പോഴും ഉണ്ടാവാറില്ല. പിന്നെ പല സ്ഥലത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഭാഗ്യം തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഏതോ സിനിമയ്ക്ക് ഡബ് ചെയ്യാൻ പോയിട്ട് ഡയറക്ടർ ഇല്ലാതെ ഡബ് ചെയ്തു, പിന്നെ വന്നതിന് ശേഷം പിന്നെ മാറ്റി ചെയ്യേണ്ടി വന്നു എന്നൊക്കെ എന്നോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. സർ, പലപ്പോഴും സംഭവിക്കുന്നത് അസോസിയേറ്റ്സ് മാത്രം ഇരിക്കുമ്പോൾ അസോസിയേറ്റ്സിന്റെ ഇഷ്ടത്തിനൊരു ടേക്ക്, റെക്കോർഡ്സിന്റെ ഇഷ്ടത്തിനൊരു ടേക്ക്, നമ്മുടെ ആർട്ടിസ്റ്റിന്റെ ഇഷ്ടത്തിനൊരു ടേക്ക്, ഇനി സാറിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ച് സാറിന് വേണ്ടി ഒരു ടേക്ക്. നമുക്കൊന്നും വേണ്ട, എന്താ വേണ്ടെന്ന് നമുക്കൊരു കൃത്യമായ ഒരു ഐഡിയ പലപ്പോഴും കിട്ടാൻ സാധ്യമല്ലാതെ വരും. അത് ആർട്ടിസ്റ്റുകൾ ആണെങ്കിൽ ഒരു പരിധി വരെ, ഇപ്പം ഞാൻ അഭിനയിച്ച സീക്വൻസ് ഡബ് ചെയ്യുമ്പോഴാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഫ്രീഡം കൂടുതലായി ഇപ്പം മുമ്പിലത്തേക്കായാലും. കാരണം പലപ്പോഴും ഡയറക്ടേഴ്സ് അല്ലാതിരിക്കുമ്പോൾ ചേട്ടാ അത് ശരിയാണോ, അത് അങ്ങനെ അങ്ങ് പോകാറുണ്ട്. ഡബിങ് ആർട്സിൽ വരുമ്പോൾ ഞാൻ ഇരുന്ന് കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. പലപ്പോഴും വരുമ്പോൾ ഉണ്ടല്ലോ ഇവര് വല്ലാണ്ട് ഇവര് പ്രശ്നമാകാറുണ്ട്. കാരണം ഏതാ ശരി എന്നുള്ളത് ജഡ്ജ് ചെയ്യാൻ ഏതായാലും ഫൈനൽ ജഡ്ജ്മെന്റ് ഡബിങ് ആർട്സിന് പറ്റത്തില്ല. അവിടെ ഒരു 70% 100% പറയുന്നില്ല. അസോസിയേറ്റ്സും അസിസ്റ്റൻസും ഇരുത്തി ഡബ് ചെയ്യില്ലേ ഡയറക്ടർ ഇല്ലാതെ. നമ്മളുടെ ഒരു മിനിമം ഒരു 6 ടേക്ക് കഴിഞ്ഞ് വരുന്ന 7ാമത്തെ പന്ന ടേക്കാണ് അവൻ ഓക്കെ ടേക്ക്. സംഭവിക്കാറുണ്ടല്ലേ? 70% അങ്ങനെയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് 3-4 ദിവസം കഴിഞ്ഞ് നമ്മൾ വേറെ ഏതെങ്കിലും തിരക്കിലേക്ക് പോകും. ഹലോ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞാൽ എന്താ സാറ് വന്ന് ഇപ്പോഴാണ് കേട്ടത്, മറ്റേ ടേക്കാൻ. ഇതാണ് എന്റെ ഏറ്റവും എന്തോ ഭാഗ്യം. പണ്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്, ബഹദൂർക്കയുടെ ഏതൊരു ഡയലോഗ് ഒരു പുതിയ ഡയറക്ടറെ ഇതുപോലെ 12 ടേക്ക് എടുത്തിട്ട് ഫസ്റ്റ് ടേക്ക് ഓക്കെ എന്ന് പറഞ്ഞു വന്നു. പുള്ളി എണീറ്റ് വന്ന് തേറിയുടെ അഭിഷേകമായിരുന്നു. അല്ല, ഇപ്പൊ രഞ്ജിത്ത് സാറിന്റെ പടം സാർ ഇരിക്കും, സാർ വളരെ നിർബന്ധമുള്ള ആളാണ്. അതെ, കമൽ സാറിന്റെ പടം ഇപ്പൊ ഞാൻ ഓണത്തിന് ഇറങ്ങിയ ലോഹമായാലും ഉട്ടോപ്പിയയിലും ഒക്കെ അവരൊക്കെ അപ്പൊ സീനിയർ ഡയറക്ടേഴ്സ് കഴിയാവുന്നതും എല്ലാവരും കൺസോളിൽ ഉണ്ടാവാറുണ്ട്. നടൻ ശരത്തും ഒരു ഡബിങ് ആർട്ടിസ്റ്റ് ആണ്. ശരത്ത് ഒരു കാര്യം പറയും. നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഡബ്ബിംഗ് എന്നുള്ളൊരു കലയാണെന്നോ അതിനൊരു കഴിവ് വേണമെന്നോ ഒന്നും അംഗീകരിക്കാനുള്ളൊരു പ്രവണത കുറവായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഹോളിവുഡിൽ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ജെഫ് ഗോൾഡ്ബ്ലം, മെഗ് റയാൻ പോലുള്ള സൂപ്പർ ഡ്യൂപ്പർ സ്റ്റാർസ് വരെ അനിമേറ്റഡ് ക്യാരക്ടേഴ്സിനും ഇപ്പോൾ E.T. അങ്ങനെ പല ക്യാരക്ടേഴ്സിനും ഡബ് ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ വോയിസ് ആർട്ടിസ്റ്റ് എന്നുള്ളൊരു റെക്കഗ്നീഷൻ അവർക്ക് അവിടെ ഭയങ്കരമാണ്. പക്ഷേ ഇവിടെ അത്രത്തോളം ഡബ്ബിംഗ് ഒരു കലയാണോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിലുള്ള ആൾക്കാരെ എനിക്ക് പരിചയപ്പെടേണ്ടി വന്നിട്ടുണ്ട്. അത് മാത്രമാണ് എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് കാര്യം. ഇപ്പോൾ ശരത്ത് പറഞ്ഞത് മാത്രമല്ല, മറ്റു പലരുടെയും ഏറ്റവും വലിയൊരു സങ്കടം തന്നെയാണ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഡബ്ബിംഗ് എന്ന് പറയുന്നതിന് ഇന്നും ഇൻഡസ്ട്രി അങ്ങോട്ട് പൂർണ്ണമായിട്ട് അങ്ങോട്ട് അവർക്കൊരു ആക്സെപ്റ്റ് ചെയ്യാനൊരു ചെറിയ മടി വരുന്നത് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ്? കാരണം പലപ്പോഴും പറയുന്നത് ആർട്ടിസ്റ്റുകളുടെ ക്രെഡിറ്റ് അവിടെ നഷ്ടപ്പെടുന്നു എന്നുള്ളത്. ഒരു സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് എന്താ തോന്നിയിട്ടുള്ളത്? ഡബ്ബിംഗ് എന്ന് പറയുന്ന കല എന്ന് പറയുന്ന ഒരു മികച്ച കല തന്നെയാണ്. അതിൻ്റെ പരിപൂർണതയിൽ എത്തിക്കാൻ ഒരു ആർട്ടിസ്റ്റ് കഷ്ടപ്പെടുന്നത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഡബ്ബിംഗ് എന്ന് പറയുന്ന കല സിനിമയ്ക്ക് നൽകിയ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്, അതിന് യാതൊരു സംശയമില്ല. ഒരു ചെറിയ ഉദാഹരണം പറയും. കടിഞ്ഞൂൽ കല്യാണം നടക്കുന്ന സമയത്ത് ഉർവശി വന്ന്, ഉർവശിക്ക് കണ്ടോട്ടെ ഈ പരിപാടി കുഴപ്പമില്ല, ഞാൻ തുറന്ന് പറയുകയാണ്, ഉർവശി വന്ന് നിർബന്ധം പിടിച്ചു വന്ന് ഡബ് ചെയ്തു. അന്ന് ഞാൻ ഉർവശിക്ക് ഡബ്ബിയില്ല. അല്ല, മൊത്തം ഞാൻ പറഞ്ഞോട്ടെ, എല്ലാം പറയാം. ഇത് ഇവിടെ ഇരിപ്പുണ്ട്, വേറെ ആളും ഇരിപ്പുണ്ട്. അപ്പോൾ വന്ന് 4 റീല് ഡബ് ചെയ്തു. ചെന്നൈയിലാണ് ഡബ്ബിങ്. ഒട്ടും ശരിയാവുന്നില്ല. ആ കഥാപാത്രം താഴ്ന്നുകൊണ്ടേയിരിക്കുകയാണ്, മുകളിലോട്ട് കയറുന്നില്ല. അത് മുകളിലോട്ട് കയറേണ്ട ഒരു ക്യാരക്ടറാണ്. അപ്പോൾ തിയേറ്ററിൽ നിന്ന് ഇച്ചിരി സങ്കടപ്പെട്ടു, പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥയിൽ. അപ്പോൾ എന്നോട് പറഞ്ഞ്, അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കണ്ടീഷനുണ്ട്, ആനന്ദവല്ലിയെ കൊണ്ട് ഡബ് ചെയ്യിപ്പിക്കരുത്, അതെനിക്കിഷ്ടമല്ല. ഭാഗ്യലക്ഷ്മി ഓക്കെ. പക്ഷേ ഭാഗ്യലക്ഷ്മി ആ സമയത്ത് ഉർവശിക്ക് ഡബ്ബിയില്ല എന്ന് പറയുക മാത്രമല്ല, ഡെലിവറി കഴിഞ്ഞ സമയമാണ്. അപ്പോൾ ഭാഗ്യലക്ഷ്മിക്ക് വരാൻ പറ്റത്തില്ല. ഞാൻ ഇവിടെ നിന്ന് ഒരു പുതിയ ആർട്ടിസ്റ്റിനെ, സുമാ സക്കറിയ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിനെ ചെന്നൈയിൽ കൊണ്ടുപോയി ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷനിൽ ചേർത്ത് അതിനെ കൊണ്ടുവന്ന് ചെയ്യിച്ച് ആ ക്യാരക്ടറിനാണ് സ്റ്റേറ്റ് അവാർഡ് ഉർവശിക്ക് കിട്ടുന്നത്. ആ ക്യാരക്ടർ. അപ്പോൾ ഡബ്ബിംഗ് ആർട്ടിസ്റ്റിൻ്റെ വാല്യൂ എവിടെയാണ്? അല്ല, ആദ്യമായിട്ട് ഉർവശിക്ക് അവാർഡ് കിട്ടിയത് ആനന്ദവല്ലിയും ഭാഗ്യലക്ഷ്മിയും ഡബ് ചെയ്ത പടം തന്നെയാണ്. ഇത് ഈ പ്രോഗ്രാം കാണുകയാണെങ്കിൽ ഞാൻ ഓപ്പണായിട്ട് പറയാണ്, ഫസ്റ്റ് തലേണ മന്ത്രം, സെക്കൻഡ് വർത്തമാനകാലം. തലേണ മന്ത്രം ഭാഗ്യലക്ഷ്മി ഡബ് ചെയ്ത്, വർത്തമാനകാലം ഞാൻ ഡബ് ചെയ്തു. ഡബ്ബിങ്ങിന്റെയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളുടെയും വിഷയം ഇവിടെ തീരുന്നില്ല. വീണ്ടും അടുത്ത ആഴ്ച ഇതേ സമയം കാണാം.